ഡെസ്മോപ്രസിനും ഉണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് BP മോണിറ്റർ ചെയ്യുക. ഓക്കെ, കാരണം ഈ രണ്ട് മരുന്നുകളും പിട്രസിൻ, വാസോപ്രസിൻ അല്ലെങ്കിൽ ഡെസ്മോപ്രസിൻ എന്ന് പറയുന്നത് വാസോപ്രസിൻ ടൈപ്പ് ആയതുകൊണ്ട് BP കൂട്ടും. സോ BP മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഡയബറ്റീസ് ഇൻസിപ്പിഡസിൽ ഹൈപ്പർടെൻഷൻ വരാം, അതുകൊണ്ടും BP മോണിറ്റർ ചെയ്യണം. മരുന്ന് കൊടുക്കുമ്പോഴും BP മോണിറ്റർ ചെയ്യണം, കാരണം മരുന്ന് കൊടുക്കുമ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് ഹൈപ്പർടെൻഷൻ വരാം. ഇനി ഫ്ലൂയിഡ്സ് ഒരുപാട് കൊടുക്കുക. ഓക്കെ, ഫ്ലൂയിഡ്സ് കൊടുക്കേണ്ടത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉള്ളവർക്ക് ഫ്ലൂയിഡ്സ് കൊടുക്കണം, കാരണം ഡീഹൈഡ്രേഷൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് മറികടക്കാൻ വേണ്ടി ഫ്ലൂയിഡ്സ് ഒരുപാട് കൊടുക്കണം. ഇനി യൂസ് വിത്ത് കോഷൻ ഫോർ കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ളവർ എന്ത് സൂക്ഷിച്ച് ഉപയോഗിക്കണം? ഡെസ്മോപ്രസിൻ അല്ലെങ്കിൽ പിട്രസിൻ മെഡിസിൻ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം ഈ രണ്ട് മരുന്നുകളും വാസോ കൺസ്ട്രിക്റ്റേഴ്സ് ആണല്ലോ. കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ളവർക്ക് കൊറോണറി ആർട്ടറിയിൽ ഓൾറെഡി ബ്ലോക്ക് ഒക്കെ കാണും. അപ്പൊ ഈ പറയുന്ന പിട്രസിൻ അല്ലെങ്കിൽ ഡെസ്മോപ്രസിൻ കൊടുക്കുമ്പോൾ കൊറോണറി ആർട്ടറിയും കൺസ്ട്രിക്റ്റ് ആവും. അപ്പൊ കൊറോണറി ആർട്ടറി കൺസ്ട്രിക്റ്റ് ആകുമ്പോൾ CAD ഉള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, MI വരെ അത് പോകാം. സോ അതുകൊണ്ട് കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ളവർക്ക് അസസ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട്, റിവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി പിട്രസിൻ IM ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു, അത് ഇസഡ്രാക്കിലാണ് കൊടുക്കുന്നത്. ഓക്കെ, യൂഷ്വലി ഇസഡ്രാക്ക് ഇഞ്ചക്ഷൻ അറിയാമല്ലോ, അയണൊക്കെ കൊടുക്കുന്നല്ലോ. അപ്പൊ ഇസഡ്രാക്ക് ഇഞ്ചക്ഷനിൽ വേണം പിട്രസിൻ കൊടുക്കാൻ. ഇനി ഡെസ്മോപ്രസിൻ നേസൽ സ്പ്രേ ആയിട്ട് ഇൻഹെയില് ആണ് നടപടി എന്ന് പറഞ്ഞു. അപ്പൊ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നേസൽ കഞ്ചഷന് ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മൂക്ക് മാറി മാറി ഉപയോഗിക്കുക. ഒരു തവണ വലത്തെ മൂക്ക് ഉപയോഗിച്ചാൽ അടുത്ത തവണ ഇടത്തെ മൂക്ക് ഉപയോഗിക്കുക. അപ്പൊ മൂക്ക് മാറി മാറി ഉപയോഗിക്കുക. ഒരേ മൂക്ക് തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൂക്ക് അടഞ്ഞു പോകും. സോ അതുകൊണ്ട് നേസൽ കഞ്ചഷൻ ചാൻസ് ഉണ്ട് ഈ പറയുന്ന ഇൻഹേലർ യൂസ് ചെയ്താൽ. ഇനി വാട്ടർ ഇൻടോക്സിക്കേഷൻ, അതായത് ഡയബറ്റീസ് ഇൻസിപ്പിഡസിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ പിട്രസിൻ അല്ലെങ്കിൽ ഡെസ്മോപ്രസിൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ കിട്ടാവുന്ന പ്രശ്നമാണ് വാട്ടർ ഇൻടോക്സിക്കേഷൻ. അതായത് ADHന്റെ അളവ് കൂടി കൂടുവാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നുണ്ട്. സോ മൂത്രത്തിൽ നിന്നും വെള്ളം മുഴുവനും ബോഡി വലിച്ചിങ്ങെടുക്കും. അപ്പൊ മൂത്രം ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് പോകും. അപ്പൊ ബോഡിക്കകത്ത് വെള്ളം കൊണ്ടെന്നറിയാം, ഹൈപ്പർവോളീമിയ. അപ്പൊ ഹൈപ്പർവോളീമിയാണ് വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞത്.